ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് വെറൈറ്റിയും നല്ല കളർഫുൾ ആയിട്ടുള്ള എന്നാൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി പോള റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ പോള തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പോളം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഇതാ ഒരു 6-7 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് വശം കളഞ്ഞതിന് ശേഷം നമുക്കത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രൗൺ പാർട്ട് കളയണ്ട കേട്ടോ, അത് നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി സൂക്ഷിക്കാം കേട്ടോ. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ആ ബ്രെഡ് പീസസ് കളയണ്ട. ഇതാ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കടായിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പോളം റൈസിൻസ് കൂടെ ഇട്ടിട്ട് അതൊന്ന് ബബിൾസായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. റൈസിൻസ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ക്രഷ് ചെയ്തെടുത്ത കാഷ്നട്ട് ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബദം കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ബദം ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാഷ്നട്ട് എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അല്ലാണ്ടങ്ങ് കളർ മാറണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് അങ്ങ് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ട് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്തിട്ട് ഞാൻ വേവിച്ചെടുത്തതാ, വേവിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ആ ബീട്രൂട്ടിന് ഒരു വല്ലാത്തൊരു ചൊവ്വ ഉണ്ടാവുമല്ലോ, അത് വേവിക്കാതെ ചേർക്കുമ്പോൾ. അതുകൊണ്ട് വേവിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച റൈസിൻസ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കിട്ടും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഒരു 1/4 കപ്പ് വീണ്ടും വേവിച്ചെടുത്ത ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാല് ഒഴിച്ചിട്ട് ഇത് മാത്രമാക്കിയിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത്രയും പാല് ഞാൻ ബാക്കി വെക്കുന്നുണ്ട് 1/2 കപ്പ് പാലിൽ നിന്ന്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അരച്ചെടുക്കാൻ ഇത്രയും മതി കേട്ടോ. കണ്ടോ, ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ, കൂടുതൽ ഒഴിച്ചാൽ ചിലപ്പോൾ അരിഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. ഇത് കണ്ടോ, എല്ലാം കൂടി അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ ബ്രെഡ് പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാമല്ലോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ അരച്ച ബീട്രൂട്ടിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ച ഈ പാലുണ്ടല്ലോ, അത് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഒരു ദോശ ബാറ്ററിനൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ കണക്കന്നെ കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചൂടായി വന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാനിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ അളവിന് കണക്കാക്കിയിട്ട് വേണേ ഈ ദോശ ചുട്ടെടുക്കേണ്ടത്. അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന പാന് വലുതാണെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് അങ്ങ് ചുറ്റിച്ചെടുക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മൾ തിരിച്ചിട്ട ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ മറിച്ച് തിരിച്ചിട്ടിട്ട് കൂടുതൽ സമയം ഒന്നും കുക്കാക്കി എടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നാൽ പിന്നെ അത് നമുക്ക് ആ പാനിൽ നിന്ന് ഇങ്ങോട്ട് ഈ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. ഈ ഒരു കനത്തിലാണ് ഞാൻ ചുട്ടെടുത്തത്. നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയതാ. അധികം അങ്ങ് തിന്നും ആവരുത്, എന്നാൽ അധികം അങ്ങ് കനം ആവാത്ത രീതിയിൽ വേണം ചുട്ടെടുക്കാൻ. ഞാനിപ്പം എൻ്റെ പോളയുടെ ആ പാത്രത്തിന് കണക്കാക്കിയിട്ടുള്ള എണ്ണാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് കനത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണം കൂട്ടിയിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി വേറൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ടിട്ട് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ പതഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് ബീട്രൂട്ടിന്റെ നീര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ, നല്ലൊരു കളറായി കിട്ടിയില്ലേ. അതിന് വേണ്ടി മാത്രം കേട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു കളറിൽ കിട്ടണം. ഒരു പാർട്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു കളറിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ, അതിന് വേണ്ടി ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇനി പോള സെറ്റ് ചെയ്യുന്ന പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചുട്ടുവെച്ച ഈ ദോശയില്ലേ, അത് നമുക്ക് ഈ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം അതിലേക്ക് വെച്ച് കൊടുക്കാൻ. ആ പാനിലോട്ട് നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുന്നില്ല അതേ കണക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം.
ഫസ്റ്റ് ലെയറിൽ ഞാൻ 2 ദോശ അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അധികം അങ്ങ് സൈഡിലോട്ടൊന്നും പോകണ്ട കേട്ടോ. അത് വെച്ച് കൊടുക്കുമ്പോൾ സെൻറ്ററിലോട്ട് നോക്കിയിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ദോശ വീണ്ടും മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ലെയർ ചെയ്ത് വെച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ 2 എണ്ണം വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലും 2 ദോശ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതുപോലെ സൈഡ് വശത്തൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നാലേ അത് സീൽഡായി കിട്ടുള്ളൂ. ഇനി അഥവാ മുട്ട ബാക്കിയില്ലെങ്കിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എന്തായാലും ഒഴിച്ചു കൊടുക്കണേ, എന്നാലേ സീൽഡായി കിട്ടുള്ളൂ. അത് പ്രത്യേകം പറയുന്നത്, അല്ലെങ്കിൽ ആ ഫില്ലിങ് പുറത്തേക്ക് വരാൻ വഴിയുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള് തന്നെ വേണമെന്നില്ല, കറുത്ത എള്ളായാലും കുഴപ്പമില്ല. ഇനി അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് നമ്മളിപ്പോൾ ഒരു പാർട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയല്ല, അതിന് വേണ്ടി വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി എന്നും എൻ്റെ ചാനൽ കാണുന്നവർ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തുള്ളൂ കേട്ടോ, പുതിയവർക്ക് വേണ്ടി പറയാന്ന്. പോള സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാനോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്കാണ് പോളാപാത്രം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ടൈം ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ, ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ടൈം ഡിഫറെന്റ് ഉണ്ടാവും, അതാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. പിന്നെ ഈ ഭാഗവും പുതിയവർക്കുള്ളതാ, പഴയവർ സ്കിപ്പ് ചെയ്തോളൂ. സാധാരണ പോളാപാത്രത്തിന് ഗ്ലാസ് ലിഡാണെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ ആ ഹോൾസ് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പൊ ഇതൊരു 10-25 മിനിറ്റ് ആയപ്പോൾ പോള ഏകദേശം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സെന്റർ ഭാഗം കുക്കായി നോക്കാം, ഒരു കൊള്ളി സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പൊ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, കുക്കായി നിർത്താം. സൈഡ് വശത്തൊക്കെ ഉണ്ടാവും വിട്ട് വരുന്നത്, അപ്പൊ അത് ഏകദേശം കുക്കായിന്. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പോളയുടെ മുകൾ ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് അത്ര മതി. അപ്പൊ ഞാനത് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല സൂപ്പറായിട്ട് ആയി വന്നിട്ടുണ്ട്. നല്ലൊരു കളറും ഇല്ല. ഞാനില്ലേ ഇതേ ഫ്ലെയിം കൺട്രോളിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഈ പാനും വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരേണ്ട താമസം അത്രേ വേണ്ടു കേട്ടോ, അപ്പോഴേക്കന്നെ ആയി കിട്ടും. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിരുന്നുണ്ട്. കാരണം നമ്മൾ എള്ളൊക്കെ വെച്ച് കൊടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം വെച്ച് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ കുറേ സമയം നമ്മൾ ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ എള്ളൊക്കെ വെച്ചതല്ലേ, അപ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കുക. കാരണം അത് മോൾ ഭാഗം വരെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ ആയതുമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ സമയം ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പോള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇടയിലിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വേണം കാണാൻ. മുൻപ് തന്നെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പോള റെസിപ്പീസും അതുപോലെ പുഡിംഗ് റെസിപ്പീസും ഒക്കെ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.